നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബർഗറാണ്. ജിങ്കർ ബർഗർ അല്ല, ഒരു ബർഗർ. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് നേരെ പോകാം. ഇന്നലെ നമ്മൾ KFC മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി ഒരു ലെഗ് പീസും പിന്നെ കുറച്ച് ഫ്രൈസും ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു തക്കാളിയും പിന്നെ കുറച്ച് കുക്കുംബറും ഒരു ലെറ്റ്യൂസും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കോൾസ്ലോ ഉണ്ട്, കെച്ചപ്പും ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ആദ്യം ബർഗറിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. അല്ല കേട്ടോ, നമ്മളിത് തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി നമ്മൾ ഇങ്ങനെ വെട്ടാൻ പോവാണ്. ഇത് വേണ്ട കേട്ടോ. അയ്യോ, ഒന്നാമത്തെ പീസ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ പീസ് കട്ട് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ മസാല ഒന്നും ചേർക്കുന്നില്ല, ചിക്കനും ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇത്തിരി ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. ഞാൻ ഇന്നലെ ട്രൈ ചെയ്ത് നോക്കിയതാണ്, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തേക്ക് ഒരു ഫുഡാക്കാം. ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. ടൊമാറ്റോൻ്റെ ജ്യൂസ് മൊത്തം ഇവിടെ ഒലിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെയാണ് ചെയ്യുന്നത്. ഓക്കെ, മൂന്ന് പീസ് മതി കേട്ടോ തക്കാളി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തക്കാളിയുടെ ഇത് മൊത്തം കൊളാവും. അപ്പോൾ നമുക്ക് ഈ ബാക്കിയൊക്കെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കണം. ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കേണ്ടത് ഈ പേപ്പറിലേക്ക് ഇടാം. ഇനിയാണ് നമ്മൾ ബർഗറിൻ്റെ കാര്യം. പക്ഷേ ഇവിടെ നമ്മൾ തുടയ്ക്കണം. വെള്ളം പോയിട്ടുണ്ട്, അപ്പോൾ ഇവിടെ നിന്ന് തുടച്ചാൽ അപ്പോൾ നമുക്കിത് നമ്മളെ ബർഗറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇനി നമുക്ക് ബർഗറിൻ്റെ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചതാണ്. നമ്മൾ സോഫ്റ്റ് ബണ്ണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതല്ല കേട്ടോ, കെച്ചപ്പ് എടുക്കാൻ. നമ്മൾ ഹൈൻസിൻ്റെ കെച്ചപ്പാണ്. അതിൻ്റെ സ്റ്റിക്കറൊക്കെ പോയിട്ടോ, സ്റ്റിക്കറൊക്കെ പോയി എപ്പോഴും. അത് ഹൈൻസിൻ്റെ ടൊമാറ്റോ കെച്ചപ്പ് തന്നെയാണ്. ഇത്തിരി കൂടുതലായി പോയി, അത് കുഴപ്പമില്ല, നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. കൈമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ടൊമാറ്റോ വയ്ക്കാൻ പോവാണ്. നമ്മൾ കുറച്ച് കുക്കുംബറൊക്കെ വയ്ക്കാം, കുറച്ച് മതി. ഓക്കെ, ഇത്ര മതിയായിരിക്കും. നമ്മൾ കൂടിപ്പോയിട്ടൊന്നുമില്ല. ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇത് നമ്മളിനി ലെറ്റ്യൂസ് കുറച്ച് ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക. ലെറ്റ്യൂസ് വെച്ചിട്ട് ബാക്കി നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി അടുത്തത് എന്തായിരുന്നു? ചിക്കൻ. നമ്മൾ ലെഗാണ് ഇത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിലത്തെ ഇതൊക്കെ എടുക്കുക, ഇതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം. കുറച്ച് മാംസമൊക്കെ എടുക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് ഫ്രൈസ് ഇവിടെ വെറുതെ ഇരിക്കുന്നതായിരിക്കും. ഫ്രൈസ് അവിടെ ഇരുന്നോട്ടാ. ബാക്കി നമുക്ക് ഇതാണ് വയ്ക്കേണ്ടത്. ഇത് നമ്മളുടെ ഇതെന്തായിരുന്നു, കോൾസ്ലോ ഒക്കെ എടുക്കാം. ഞാനത് ആദ്യം കെച്ചപ്പ് വെച്ച് ടേസ്റ്റ് ചെയ്തതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് കോൾസ്ലോ എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ മുകളിൽ കൂടെ ഇടാം. നല്ല
ടേസ്റ്റാണ് കുറച്ചുള്ളത്, ഒരു പ്രത്യേകത ടേസ്റ്റൊക്കെ അതിന്. സൈഡിലൊക്കെ പോയിട്ട് ഇത് നമ്മളെ ഫൈനൽ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബണ്ണ്. ഞാനല്ലേ ഈ സാധനം നമ്മൾ ലെറ്റ്യൂസ്, തക്കാളി, കുക്കുമ്പറൊക്കെ ഞാൻ എടുത്ത് വയ്ക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് അടുക്കളയിലേക്ക് നേരെ ട്രിപ്പിന് പോവാണ്. നമ്മളിത് ഫ്രിഡ്ജ് തുറക്കുന്നു, ഗൈസ് നമ്മൾ ഫ്രിഡ്ജ് ബെസ്റ്റ് ഗൈസ്. നമ്മൾ ലെറ്റ്യൂസ് താഴെ വീഴുകയായി. നമ്മൾ ലെറ്റ്യൂസ് കുഴപ്പമില്ല, ഇതെന്തായാലും ഇവിടെ വയ്ക്കാം. തക്കാളികൾ ദീപ അതാ ഇവിടെ വയ്ക്കാം. കുക്കുമ്പർ ബാക്കി ഇവിടെ വയ്ക്കട്ടെ. ഈ പേപ്പർ നമുക്ക് കളയണ്ട, നമുക്കിത് കഴുകിയിരിക്കാം. ഇപ്പോൾ വയ്ക്കാം. നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക്. അയ്യോ, ഇപ്പം തന്നെ വീണാൻ. അപ്പോൾ ഗൈസ് നമ്മൾ ബർഗർ ഇവിടെ വെച്ചിട്ടുണ്ട്. പേസ്റ്റൊക്കെ എടുത്തിട്ട് കവറിൽ വയ്ക്കാം. അയ്യോ, ലെയറിൽ ബണ്ണ് വയ്ക്കുന്നത് അല്ല, കെച്ചപ്പ് വയ്ക്കുന്നത് ഇവിടെ വെച്ചാലും മതി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ബർഗർ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ വയ്ക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കാൻ പോവാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ താഴത്തേക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് പോയാൽ മതി. സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. ബൈ ബൈ.